ആളുകൾ ഇനി ജോയിൻ ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. ബട്ട് വി ഹാവ് ടു പ്രിഫർ ദ ഫസ്റ്റ് പേഴ്സൺ യു കെയിം ഇൻ അവർ സൂം. അതുകൊണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോറി ഫോർ ഡിലേയിങ് 5 minutes. താങ്ക് യു ഓൾ ആൻഡ് വിഷ് യു എ വണ്ടർഫുൾ മോർണിംഗ്. ഇന്നത്തെ സെഷൻ ഒരു പ്രത്യേകതയുണ്ട്. സെഷൻ്റെ പേര് ഇനി അങ്ങോട്ട് എല്ലാ സൺഡേസിലും തരുന്ന ഫ്രീ വെബിനാർ ഉബണ്ടു അവർ എന്നുള്ള പേരിലായിരിക്കും. ദ നെയിം അല്ലെങ്കിൽ ഒരു ടേം ഉബണ്ടു, ഉബണ്ടുവിന് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടായിരിക്കും ഉബണ്ടു എന്ന് കേട്ടിട്ടുള്ളത്. ബട്ട് ദെയർ ഈസ് അനദർ ബ്യൂട്ടിഫുൾ മീനിങ്. ആ മീനിങ് ആണ് എന്നെ ഉബണ്ടു അവർ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിന് പേരിടാൻ എന്നെ എന്താ പറയേണ്ടത് പ്രേരിപ്പിച്ചത്. അതെന്താണെന്ന് നോക്കാം. ആർക്കെങ്കിലും അറിയാമോ ഉബണ്ടു എന്നുള്ള വേർഡിൻ്റെ അർത്ഥം, അതർ ദാൻ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ? എനിബഡി? ഉബണ്ടു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ. ഉബണ്ടു എന്ന് പറയുന്ന ആ ഒരു ടേമിന് ഒരു മനോഹരമായ സ്റ്റോറി ഉണ്ട്. അതായത് ഒരു സൗത്ത് ആഫ്രിക്കയിൽ വളരെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ പോവർട്ടി, ദാരിദ്ര്യം, ഫുഡില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ യൂറോപ്പിൽ നിന്നുള്ള ഒരു മനുഷ്യൻ അവിടുത്തെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടുത്തെ സ്റ്റാർവേഷനും അതുപോലെ തന്നെ വെള്ളമില്ല, ഡ്രൈ, ഈ എന്താ പറയേണ്ടത്, ഈ വരൾച്ച, അങ്ങനത്തെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾക്ക് ഡീഹൈഡ്രേഷനും മാൽന്യൂട്രീഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി പത്രങ്ങളിലൊക്കെ വന്നിട്ട് അത് അവരെ നോക്കാനും കാണാനും പോയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ബണ്ടിൽ ഓഫ് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടാണ് അതായത് അദ്ദേഹത്തിൻ്റെ വാനിൽ ഈ കുട്ടികൾക്ക് ഓരോ പ്രദേശത്തും പോയി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബണ്ടിൽ ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ കുറച്ച് കുട്ടികളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ വാനിൽ നിന്നും ഒരു ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് എടുത്ത് അവിടെ വെച്ചിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ അവിടെ നിൽക്കുകയാണ്, വസ്ത്രമില്ലാത്തതോ അല്ലെ അല്പവസ്ത്രധാരികളോ, എഴുന്നേറ്റ് നിൽക്കാൻ, നമ്മൾ പറയില്ലേ കോശയോർക്കർ എന്നൊക്കെ പറയുന്ന അസുഖം, നിൽക്കാൻ വിശന്നിട്ട് വയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ ഇദ്ദേഹം ആ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ ആരാണ് ആദ്യം വന്ന് ഈ ബാസ്ക്കറ്റിൽ എടുക്കുന്നത് അവർക്കും ആണ് ഇത്, അവർക്കുള്ളതാണ് ഈ ബാസ്ക്കറ്റിലുള്ള ഫ്രൂട്ട്സ് മുഴുവൻ. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു. അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു, ആരാണോ ഫസ്റ്റ് വൺ യു റീച്ച് ദ ട്രീ വിൽ വിൻ ദ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഷോക്കാക്കിക്കൊണ്ട് ആ കുട്ടികൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടികളെല്ലാം പരസ്പരം, അവിടെ നിന്ന് എല്ലാ കുട്ടികളും പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഓടി വന്ന് ആ ബാസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. എന്നിട്ട് ആ ബാസ്ക്കറ്റ് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോയി അവർ ആ മരച്ചുവട്ടിലിരുന്ന് ഈക്വലി ഷെയർ ചെയ്ത് കഴിച്ചു. ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാക്കി. മാത്രമല്ല, ഈ വരുന്ന സമയത്ത് ഈ കുട്ടികൾ വിളിച്ചു കൊണ്ടുവന്നൊരു വേർഡുണ്ട്, ഉബണ്ടു ഉബണ്ടു ഉബണ്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ അതിൻ്റെ അടുത്തേക്ക് വരുന്നത്. കൈകൾ പിടിച്ചുകൊണ്ട് ഉബണ്ടു എന്ന് വിളിച്ചുകൊണ്ട് ഈ കുട്ടികൾ വരികയാണ്. വരുമ്പോൾ രേഷ്മ, ഈ ജോയിൻ ചെയ്യുന്നുണ്ട് ആളുകൾ, ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാമോ രേഷ്മ? സോ അങ്ങനെ കൈകൾ ഉബണ്ടു എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ വന്ന് ഈ ബാസ്ക്കറ്റ് വാങ്ങുന്നു, ആ മരച്ചുവട്ടിലിരുന്ന് ഈക്വലി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അതിശയം തോന്നി. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഒരാൾ, നിങ്ങൾക്ക് ഓടി വരാൻ പറ്റുന്ന ഒരാൾ ആദ്യം വന്നിരുന്നെങ്കിൽ അയാൾക്കിത് മുഴുവൻ കിട്ടുമായിരുന്നല്ലോ. വൈ ഡിഡ് യു ഡു ദാറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു ഉബണ്ടു എന്നൊരിക്കൽ കൂടി പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഐ ആം ബിക്കോസ് വി ആർ. ഐ ആം ബിക്കോസ് വി ആർ. ഈ ഒരു അവർ, സൺഡേസിലെ ഈ ഒരു അവറിന് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഐ ആം ബിക്കോസ് വി ആർ. ഇവിടെ ഒരു ലെസൺ ഉണ്ട്. നമ്മൾ ഈ ഒരു ഉബണ്ടു എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ലെസൺ ഇതാണ്. അതായത് സക്സസ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് ദ ഫാസ്റ്റസ്റ്റ് അലോൺ. ഒറ്റയ്ക്ക് പോയി സക്സസ് വാങ്ങലല്ല. ഇറ്റ്സ് അബൌട്ട് ലിഫ്റ്റിംഗ് ഈച്ച് അതർ ആസ് വി റൈസ്. നമ്മൾ ഉയരുന്നവരനുസരിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെ ഒന്ന് പിടിച്ച് കരകയറ്റുക, ഒരു നല്ല വാക്ക് പറയുക, അയാളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഉബണ്ടു. അതുകൊണ്ടാണ് ഉബണ്ടു പറഞ്ഞിട്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയും ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്
നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള സൈക്കോളജിക്കലാകാം, അതല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആകാം, എനർജി ആകാം, ഇമോഷൻ ആകാം. ബേസിക്കലി സൈക്കോളജി ആൻഡ് സ്പിരിച്വാലിറ്റി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സ്. ആൻഡ് എവരി സൺഡേസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ആൻഡ് എൻഡ് ഓഫ് ദ സെഷൻ ഒരിക്കലും ഐ എം നോട്ട് ഗോയിങ് ടു സെൽ എനിത്തിങ്. നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും കോഴ്സോ ഏതെങ്കിലും വാങ്ങണമെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഇതിൻ്റെ എൻഡിൽ ഒരിക്കലും ഞാനൊരു കോഴ്സ് സെല്ല് ചെയ്യില്ല. അതിനെക്കുറിച്ചും ഞാൻ ബോധപൂർവം ഞാൻ പറയില്ല, പക്ഷേ എക്സാമിൽ വന്നു പോകുന്നതല്ലാതെ. സോ ട്രൂ അബൻഡൻസ് കംസ് വി ഷെയർ, സപ്പോർട്ട് ആൻഡ് ഗ്രോ ടുഗദർ. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഒരുമിച്ച് വളരുമ്പോഴാണ് യഥാർത്ഥ അബൻഡൻസ് നമ്മളിലേക്ക് വരിക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സ്റ്റോറീനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റോറി മൈൻഡിലേക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. സോ വെൽക്കം യു ഓൾ വൺസ് അഗെയിൻ. ഉബണ്ടു നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഉബണ്ടു സോറി, നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയണം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉബണ്ടു നമ്മുടെ ആ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ ഉബണ്ടുവിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഉബണ്ടു എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഫ്ലറിഷ് ചെയ്യുന്നത്, അത് അബണ്ടൻസിലേക്ക് കൊണ്ടുപോകുന്നത്, പീസ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി ബിഹൈൻഡ് ഉബണ്ടു. സോ ഇന്നത്തെ സെഷൻ നമ്മൾ പറയുന്നത്, നമ്മളൊക്കെ ആരെയൊക്കെയോ കാത്തിരിക്കുകയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ സാധാരണ പറയാം, എൻ്റെ സ്റ്റുഡൻസ് ചിലപ്പോൾ പറയാറുണ്ട്, ഐ ഡോണ്ട് ഫീൽ മോട്ടിവേറ്റഡ് ടുഡേ മാം. എനിക്ക് ഇന്ന് എന്താ പറയേണ്ടത്, ഇന്നെനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, വിൽ ഡു നെക്സ്റ്റ് ഡേ. അതർവൈസ് പറയാറുണ്ട്, ഇന്നെന്തോ എനിക്കൊരു എന്താ പറയേണ്ടത്, എനിക്കിന്നൊന്ന് ആക്ഷൻ എടുക്കാൻ ഒരു മൂഡില്ല, സോ വിൽ ഡു നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ആക്ഷൻ എടുക്കാൻ ഞാനൊരു റിക്വസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ക്യാമറ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഐ ഫീൽ സോ ഹാപ്പി. ആൻഡ് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കും. താങ്ക് യു സോ മച്ച് ശരിപ്രിയൻ സാർ, ജാൻസി മാം, ആൻഡ് സുനിത, ബിനായ. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. ഐ എം എക്സ്ട്രീംലി ബ്ലെസ്ഡ് ടുഡേ. താങ്ക് യു ബിനില. താങ്ക് യു രശ്മി. സോ താങ്ക് യു ജിനറ്റ്. ഞാൻ അടുക്കള വശത്തില്ല, സോറി. ഇറ്റ്സ് ഓക്കെ രശ്മി. സജിന, താങ്ക് യു സോ മച്ച്. ഈവൻ ദോ സജിന ട്രാവൽ ചെയ്യണമെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ ഹിബ, ഇറ്റ്സ് ഓക്കെ. ബട്ട് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു ഇനിഷ്യേഷൻ, ഡെഫിനറ്റ്ലി എവറി ഇനിഷ്യേഷൻ, എവറി പീസ് ഓഫ് ആക്ഷൻ വിൽ നോട്ടീസ് യൂണിവേഴ്സ്. ഇതെല്ലാം യൂണിവേഴ്സ് നോക്കുന്നുണ്ട്. താങ്ക് യു തസ്ലീന. യൂണിവേഴ്സ് വിൽ ഗിവ് യു ബാക്ക്. ഏതൊരു കുഞ്ഞ് ആക്ഷൻ ആണെങ്കിൽ പോലും, ഈവൻ ഒരാളുടെ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നു, വി ഫീൽ എംപത്തി ആൻഡ് വി ഫീൽ സംതിങ്, ഓ ആളുടെ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ആയി കിട്ടണേ ഒരു തോട്ട് വന്നാൽ മതി, യൂണിവേഴ്സ് വിൽ നോട്ടീസ് യു. This is the power of taking action. So today I would love to discuss about or reveal a person who can really motivate you. നമ്മൾ ഈ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലേ. ചിലപ്പോൾ പലരും എന്നോട് ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമാണ്, മാം ഞാൻ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ടയർഡ് ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഞാൻ മാമിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. സോ ഐ ഫീൽ മോട്ടിവേറ്റഡ് ആൻഡ് ഡു ആക്ഷൻ സംതിങ്, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബറോ ആകും, അതല്ലെങ്കിൽ വേറൊരു ബുക്ക് വായിക്കില്ലാകും, അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വി ഫീൽ ഓക്കെ, എനർജറ്റിക് ആൻഡ് ഡു സംതിങ്, ആ ഒരു മോട്ടിവേഷൻ. ബട്ട് ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻഡ് ഓഫ് ദ സെഷൻ ആയിരിക്കും ഞാൻ ആളെ പരിചയപ്പെടുത്തി തരുന്നത്. സോ വെയിറ്റ് ടിൽ ദ എൻഡ്. ആൻഡ് നമ്മളൊക്കെ വിചാരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഭാഗ്യം വന്നിരുന്നെങ്കിൽ, എൻ്റെ നല്ല കാലം ഒന്ന് വന്ന്, ഉറപ്പായിട്ട് എനിക്ക് നല്ല കാലം വരും. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം അടുത്ത വർഷം എനിക്ക് അടിപൊളിയായിരിക്കും, എനിക്ക് കുറേ നല്ല കാലം വരും. വി ആർ വെയിറ്റിംഗ് ഫോർ ലക്ക്. ലക്ക് ഈസ് സംതിങ്, ഹാർഡ് വർക്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി മീറ്റ് ടുഗദർ ഇൻ എ പോയിന്റ്. അതാണ് ലക്ക്. നമ്മുടെ ഹാർഡ് വർക്കും
ഓപ്പർച്യൂണിറ്റിയും കൂടെ വരുന്ന ഒരു മൊമെന്റിലാണ് ലക്ക് എന്ന് പറയുന്നത്. ലക്ക് എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ലക്ക്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓപ്പർച്യൂണിറ്റി നമുക്ക് വരും, ഗ്രാബ് ചെയ്യുക. അവിടെയാണ് ലക്ക്. ദർ ഈസ് നോ പോയിന്റ് ടു വെയിറ്റ് ലക്ക് അണ്ടിൽ വർക്ക്. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭാഗ്യം എന്നൊരു സാധനം ഇല്ല. ഭാഗ്യത്തിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. ലോട്ടറി എടുത്ത് വെച്ച് കാത്തിരിക്കേണ്ട. എല്ലാ ലോട്ടറിയും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. കയ്യെത്തുന്ന ദൂരത്തിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ലോട്ടറി എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്, യു വിൽ ഗെറ്റ് ലോട്ടറി. ഡെഫിനറ്റ് ആയിട്ട് ലോട്ടറി കിട്ടും. ചിലപ്പോൾ ലോട്ടറിയിൽ ഗവൺമെന്റ് ടാക്സ് ഒക്കെ എടുത്തിട്ട് കുറച്ചേ തരുള്ളൂ. പിന്നെ ലോട്ടറി അടിച്ചെന്ന് നാട്ടുകാർ അറിയുമ്പോൾ ബന്ധുക്കൾ എല്ലാവരും വരും. കല്യാണം കഴിക്കണം, വീട് വെക്കണം, കടം തീർക്കണം, അവർക്ക് കൊടുക്കും. നമുക്ക് എന്തായാലും കൊടുക്കാറിയാം. ദൈവം എനിക്ക് ഇത്രയും നന്നായില്ലേ, ഞാൻ കുറച്ച് കൊടുക്കാം. ആ ഒരു മൈൻഡോടും കൊടുക്കും. പിന്നെ ബാക്കി നമുക്ക് കുറച്ച് കാണും. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോട്ടറി ആണെങ്കിലോ ഫുള്ളും നമുക്കുള്ളതാണ്. അത് ഏറ്റവും അത് ഡിസർവിങ് ആണ് നമ്മളുടെ ലോട്ടറി. സോ ഡോണ്ട് വെയിറ്റ് ഫോർ അതേഴ്സ് ലോട്ടറി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോട്ടറി കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൈ യു ആർ വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ. മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്തിനാണ് മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? എവിടെ നിന്നാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്? ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം. എൻ്റെ അതായത് ഞാൻ ലൈഫ് കോച്ചിങ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ള ഒരു സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട്, ഐ മീൻ കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പുള്ളിക്കാരത്തേക്ക് ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, കോച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും രസകരമായ കാര്യം, ഷി ഹാഡ് പാഷൻ, സ്കിൽസ് ആൻഡ് ബ്യൂട്ടിഫുൾ വിഷൻ. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ബട്ട് എവറി ടൈം ഞങ്ങൾ തങ്ങളിൽ സംസാരിക്കുമ്പോൾ വി സ്പോക്ക് ആൻഡ് ഷീ സെഡ് ദാറ്റ് ഐ വിൽ ബിഗിൻ വിത്ത് മാം വെൻ ഐ ഫീൽ കോൺഫിഡൻറ്റ്, ഓർ എനിക്ക് തോന്നുന്നു റൈറ്റ് ടൈം എത്തിയിട്ടില്ല മാം, റൈറ്റ് ടൈം എത്തട്ടെ. പിന്നെ ഞാൻ ചിലപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടർ എനിക്ക് വേണം, ഇല്ലാതെ എനിക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ്. വീണ്ടും കോഴ്സുകൾ പഠിക്കുന്നു, വീണ്ടും കാര്യങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നു, എൻ്റെ റെക്കോർഡിംഗ് വാച്ച് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്, എവറിത്തിങ് ഷീ ഡിഡ്. പക്ഷേ ഒരു പെർഫെക്റ്റ് ഡേ വരാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ കൂടെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ കൂടെ ആ ബാച്ചിലുള്ളവരൊക്കെ സക്സസ്ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ വേദനിച്ചിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് സംസാരിക്കണം. അവനെ വി ഹാഡ് എ ഷോർട്ട് സൂം സെഷൻ. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ വിഷമം പറയുന്നു. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ മാം പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും കാലത്തെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ്സ് എ വെരി ഹ്യൂജ് മണി. മണി മാത്രമല്ല, അതിൻ്റെ ബാക്കിലുള്ള ഹാപ്പിനെസ്, എന്തൊക്കെ മൊമെൻറ്റ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അച്ചീവ്മെൻറ്റ്സ്, എന്തൊക്കെ എവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടി, അക്നോളജ് ആരെല്ലാം ചെയ്തേനെ, എന്തൊക്കെ എനിക്ക് നേടാമോ, ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എനിക്കറിയില്ല വേർ ടു ഐ വോണ്ട് ടു സ്റ്റാർട്ട്. ഞാൻ ആ ആളിൻ്റെ അടുത്ത്, പുള്ളിക്കാരത്തിൽ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ചോദിച്ചു, എന്താണ് പാഷൻ, ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ മാം. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ആ ഗാർഡനിലെ പൂക്കളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും പൂക്കളെടുത്തൊക്കെ പോകാറുണ്ട്, പിന്നെ റിച്വൽസ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആളിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ആ ഗാർഡനിൽ, ഹോം ഗാർഡനിൽ വിരിയുന്ന പൂക്കൾ എന്നെങ്കിലും തലേദിവസം ഒരു മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണോ വിരിയുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് മോട്ടിവേഷൻ കിട്ടിയാലേ ഞാൻ വിരിയുള്ളൂ, ഞാൻ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ചെയ്യുള്ളൂ എന്ന് ആ പൂക്കൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ആ പൂക്കൾ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ആ കിട്ടുന്ന സന്തോഷം കൂടി കിട്ടുമായിരുന്നു താങ്കൾക്ക്. ആ കിട്ടുന്ന ആ ഗാർഡനിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി കിട്ടുമായിരുന്നു. യുനോ എല്ലാത്തിനും അത് അത് വിരിയുക എന്ന് പറയുന്നത് സിംപ്ലി ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് റെസ്പോണ്ട് ദ റിതം ഓഫ് ദ യൂണിവേഴ്സ്. അതുകൊണ്ടല്ലേ യൂണിവേഴ്സിൻ്റെ റിതത്തിലാണത്. അതുകൊണ്ടാണ് അത് ആർക്കും വേണ്ടി മോട്ടിവേഷന് വെയിറ്റ് ചെയ്യാതെ വിരിയുന്നത്. സോ അതുപോലെ നിങ്ങൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ആരുടെയും ഒരു പെർമിഷൻ, മോട്ടിവേഷൻ, ഇൻറ്റേർണൽ മോട്ടിവേഷൻ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ, ഒരു പെർമിഷനും കാത്തു നിൽക്കാതെ ആ പൂ വിരിയുന്നത് പോലെ ആ റിതത്തിൽ ജസ്റ്റ് ക്യാൻ യു ആക്ട് സംതിങ് ചോദിച്ചു. കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പം മനസ്സിലായി മാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ പോസ്റ്റർ ഇടാൻ തുടങ്ങി, സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി. നൗ ഷീ ഡിഡ് വണ്ടർഫുള്ളി. സോ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വിചാരിച്ചു
ഒരു മോട്ടിവേഷൻ കിട്ടിയാലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ബട്ട് ആക്ച്വലി ഐ നീഡഡ് ആക്ഷൻ ടു ഫീൽ മോട്ടിവേറ്റഡ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആയി. ചെയ്യുമ്പോൾ മാത്രമാണ് മോട്ടിവേഷൻ കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഷെയർ ചെയ്തത് ഇതൊരു വണ്ടർഫുൾ ഇൻസൈറ്റാണ്. പലരും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കോച്ചുമാരുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ബിസിനസ് ചെയ്യുന്നവരുണ്ടാകാം. എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ബട്ട് റിമെമ്പർ ദിസ് വേർഡ്, ഐ തോട്ട് ഐ നീഡഡ് മോട്ടിവേഷൻ ടു ആക്ട്, ബട്ട് ആക്ച്വലി ഐ നീഡഡ് ആക്ഷൻ ടു ഫീൽ മോട്ടിവേറ്റഡ് എന്നാണ് അവർ പറഞ്ഞത്. സോ ദിസ് ഈസ് വണ്ടർഫുൾ. ഇത് മൈക്കൽ സിംഗർ, എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്റർ കൂടിയാണ്, എപ്പോഴും പറയും സേ യെസ് ടു ദ അൺഫോൾഡിങ് മൊമെൻറ്റ്. ഞാൻ എപ്പോഴും ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് സേ യെസ് ടു ദ അൺഫോൾഡിങ് മൊമെൻറ്റ്. നമുക്കറിയില്ല നെക്സ്റ്റ് വാട്ട് എന്താണ്. നമ്മളുടെ ഒരു മൊമെൻറ്റ് വരും, ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നെക്സ്റ്റ് മൊമെൻറ്റിൽ വരുന്നത്, ഓർ നെക്സ്റ്റ് മൊമെൻറ്റ് വരുന്നൊരു ചലഞ്ചായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, സേ യെസ്. അതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്തതെന്നറിയാം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഓൾഡ് ഇമോഷണൽ കണ്ടീഷനിങ് ഉണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യും, ഓൾഡ് ഇമോഷണൽ കണ്ടീഷനിങ്. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആക്ഷൻ എടുക്കാൻ പറ്റുക. ഇന്നലെ എന്താണോ, മെനഞ്ഞാന്ന് എന്താണോ, ഡേ ബിഫോർ യെസ്റ്റർഡേ, ഓർ ലാസ്റ്റ് വീക്ക് എന്താണോ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, 5 years ബിഫോർ, ഇതെല്ലാം ഒരു ഇമോഷണൽ കണ്ടീഷനിങ് ഉണ്ട്. ആ കണ്ടീഷനിലാണ് നമ്മൾ വർക്ക്. അതുകൊണ്ടാണ് ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യണം. ലൂയിസ് ബ്യൂട്ടിഫുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, യുനോ നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒരു ചെറിയ കാര്യം, ഒരു സ്മോൾ ലവിങ് ആക്ഷൻ ടുവേർഡ്സ് മൈ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം ഒരു ദിവസം എടുക്കും. ലൈഫ് റെസ്പോണ്ടഡ് വിത്ത് ഓപ്പർച്യൂണിറ്റി. ചെറിയൊരു ആക്ഷൻ എടുത്താലും മതി, ലൈഫ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവസരങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് അവസരങ്ങളുടെ പെരുമഴ എന്നൊക്കെ പറയില്ലേ, അത് നമ്മളിലേക്ക് കൊണ്ടുതരും. ഞാനൊരു സെഷൻ എടുക്കുമ്പോൾ, താങ്ക് യു സിന്ധുജ, ഞാനൊരു സെഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ എടുക്കുന്നൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ. ഐ ലവ് ടു ടീച്ച്, ലേൺ ആൻഡ് സ്പ്രെഡ് യൂണിവേഴ്സൽ, ദ കോൺസെപ്റ്റ് ആൻഡ് ദ ക്രീം ഓഫ് യൂണിവേഴ്സൽ ലോസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പ്രപഞ്ചം വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സൽ ലോസിലാണ്. അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് സിങ്ക് ചെയ്ത് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുകയാണെങ്കിലുണ്ടല്ലോ, we will get lot of insights. So like always, ഞാനിവിടെ നമ്മൾ ഈ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ലേൺ സം യൂണിവേഴ്സൽ ലോസ്. അത് നമ്മുടെ പെർസെപ്ഷൻസ് ചേഞ്ച് ചെയ്യും. ലോ ഓഫ് ആക്ഷൻ ഒന്നാമത്തത്. ഓൾവേസ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ഫ്ലോ. മണി വരണമെങ്കിലും ഒരു ഫ്ലോ വരണം. നല്ല റിലേഷൻഷിപ്പ് വരണമെങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നല്ല റിലേഷൻഷിപ്പ് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മളൊരു ആക്ഷൻ എടുക്കാതെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അബൻഡൻസ് പ്രോസ്പെരിറ്റി വരണമെങ്കിലും ഫ്ലോ, എവ്രിതിങ് ഇൻ എ ഫ്ലോ. ഒരു ഇൻഫിനൈറ്റ് ഫ്ലോയിലാണ് ലൈഫ്. അതിപ്പം എന്ത് ആക്ഷൻ നമ്മൾ ആ ഫ്ലോയിലേക്ക് റീച്ച് ചെയ്യും. മൂവ്മെൻറ്റ് ക്രിയേറ്റ് ഫ്ലോ, അതാണ് ഈ ലോ ഓഫ് ആക്ഷൻ പറയുന്നത്. നമ്മൾ എത്ര മനോഹരമായ തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂണിവേഴ്സ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദ തോട്ട്സ് എലോൺ. നല്ല ചിന്തകൾ ഉണ്ടായിക്കോട്ടെ, ചിന്തകളുണ്ടെങ്കിൽ ജീവിതം മാറും. നമ്മൾ പഠിച്ചു, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ചിന്തകളുമായിട്ട് സ്വസ്ഥമായിട്ട് എൻ്റെ ചിന്തകൾ മോശപ്പെടുത്താതിരിക്കാൻ ഞാൻ എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് ഞാൻ എൻ്റെ ചിന്തകളെയൊക്കെ പരിപോഷിപ്പിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. നല്ല ചിന്ത, നല്ല ചിന്ത, നത്തിങ് വിൽ ഹാപ്പൻ. സമയം എൻഡ് ഓഫ് ദ ഡേ ആ നല്ല ചിന്തയുമായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നോ റിസൾട്ട്, ഒരു ഉപയോഗവുമില്ല, നല്ല ചിന്തകൾ മാത്രമാണെങ്കിലും. നമ്മൾ എപ്പോഴും നമുക്ക് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്ന അലൈൻഡ് ആക്ഷനിലാണ്. തോട്ട്സ്, ആക്ഷൻ, അലൈൻമെൻറ്റ്. തോട്ട്, ആക്ഷൻ, ഫീലിംഗ്, ആ അലൈൻഡ് ആക്ഷനിലാണ് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. നെവിൽ ഗുദ്ദത്ത്, വൺ ഓഫ് മൈ സ്പിരിച്വൽ മാസ്റ്റർ, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, യൂണിവേഴ്സിൽ വിശ്വാസമുണ്ട്.
ദൈവത്തിൽ അല്ലെങ്കിൽ വിശ്വാസമുണ്ട്, എന്നിൽ വിശ്വാസമുണ്ട്, ഇതെല്ലാ വിശ്വാസങ്ങളും ഉണ്ട്. പക്ഷെ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. വെറുതെ ജീവനുള്ള ശരീരം ഇരിക്കുന്നു. ജീവനുള്ള ഒരു ശരീരം ഇറ്റ്സ് ഈക്വൽ ടു ഡെഡ് എന്നാ പറയുന്നത്. സോ എന്തൊക്കെ ഇമാജിൻ ചെയ്യുന്നു, അഫർമേഷൻ ചെയ്യുന്നു, ഇതൊന്നും, ബട്ട് അൺലെസ് യു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ വിഷൻ, നത്തിങ് ചേഞ്ച്. എനിക്ക് എന്താണോ എത്തേണ്ടത്, ഞാൻ എവിടേക്കാണോ പോകേണ്ടത്, അവിടേക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പ് എങ്കിലും എടുത്തില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. ആക്ഷൻ ഇറ്റ് സെൽഫ് ബിക്കം ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ അൺസീൻ ആൻഡ് ദ സീൻ. അൺസീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ, സീൻ എന്ന് പറയുന്ന റിയാലിറ്റി. ഈ ആക്ഷനാണ് ഈ സീൻ ആൻഡ് അൺസീൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജ്. ആക്ഷൻ ഇറ്റ് സെൽഫ് ബിക്കംസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ അൺസീൻ ആൻഡ് സീൻ, ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി. വിഷ്വലൈസേഷൻ ഈസ് ഗുഡ്, ബട്ട് ആക്ഷൻ വിത്തൗട്ട് വിഷ്വലൈസേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ഡെഡ്. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരു വാട്ടർ, ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു കൊച്ചു അരുവി, വെള്ളം വന്ന് കിടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഇഫ് ഇറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ, വാട്ട് ഹാപ്പൻസ്? അത് സ്റ്റാഗ്നൻ്റ് ആകുന്നു, മഡിയാകുന്നു, ലൈഫ് ലെസ് ആകുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ പ്രാണികൾ, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, ഡേർട്ടി ആവുന്നു. ആ വെള്ളം നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം. ഈവൻ നമ്മൾ വെള്ളമാണെങ്കിൽ നമ്മൾ കോരിയെടുക്കുകയാണ്, അപ്പം പുതിയ ഉറവ ഉണ്ടാകുന്നു. സോ ഇറ്റ്സ് ഫ്ലോസ്. കിണറിലാണെങ്കിൽ പോലും ഇപ്പം കെട്ടിക്കിടക്കുന്ന ഒരു സ്ട്രീം, വാട്ടർ ഇൻ എ സ്ട്രീം ഈസ് ബിക്കം സ്റ്റാഗ്നൻ്റ്, മഡി ആൻഡ് ലൈഫ്ലെസ്. വെൻ ഇറ്റ് ഫ്ലോസ്, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കം ഫ്രഷ്, ക്ലീൻ ആൻഡ് ഫുൾ ഓഫ് ഓക്സിജൻ. ഇതുപോലെയാണ് അവർ എനർജി മസ്റ്റ് മൂവ്. ആക്ഷൻ പ്യൂരിഫൈസ് ഇൻറ്റൻഷൻ. നമ്മുടെ എനർജി, നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് ഇമ്മൻസ് എനർജി ഇൻ അവർ മൈൻഡിലും ബോഡിയിലും സോളിലും ഒക്കെയുള്ള എനർജി, സോളിൻ്റെ എനർജിയൊക്കെ. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ. സോ ഓഗസ്റ്റ് 2-3 തീയതികളിൽ വന്നവർക്കറിയാം, നമ്മുടെ സോളിൻ്റെ എനർജി, ഹൗ മച്ച് എനർജി വി ക്യാൻ ജനറേറ്റ്, വി കുഡ് ഐഡൻറ്റിഫൈ. അവിടെ നമ്മൾ കണ്ടതാണ്, ആ എനർജി ലെവൽ നമ്മൾ കണ്ടതാണ്. സോ വോയിസ് കുറവാണോ? എൻ്റെ വോയിസ് കുറവാണോ? ഞാൻ വോയിസ് എനിക്ക് മാത്രമാണോ അറിയത്തില്ല, എനിക്ക് വളരെ ലോയാ. ബാക്കിയുള്ളവരൊന്ന് പറയാമോ? ക്ലിയർ ആണ്. ക്ലിയറും. സിസ്റ്ററിന്റെ ഗാഡ്ജറ്റിന്റെ വോയിസ് ഒന്ന് കൂട്ടി വെച്ച് നോക്കൂ. ഓക്കെ, കൂട്ടിയിട്ടുണ്ട്, വോയിസ് ക്ലിയർ ആണ് മാം, കുറവാന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ അപ്പോൾ നമ്മൾ ആക്ഷനിലേക്ക്, ഞാൻ പറഞ്ഞത് വീണ്ടും പറഞ്ഞു, ആ അരുവിയിലെ വെള്ളത്തിന്റെ എക്സാമ്പിൾ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് മാത്രമാണേ, നോട്ട് എ കോസ്. ആക്ഷൻ ഈസ് ദ കോസ്. കോസ് ആൻഡ് എഫക്റ്റ് തിയറി നമ്മൾ ജസ്റ്റ് തിങ്ക്, എല്ലാത്തിനും ഒരു കാരണം, അതിനൊരു എഫക്റ്റ്. ആക്ഷനാണ് കോസ്. മോട്ടിവേഷൻ, ആക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റാണ് മോട്ടിവേഷൻ. നമ്മൾ എന്ത് ചെയ്യും? ആ എഫക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. വിത്തൗട്ട് കോസ് എഫക്റ്റ് വിൽ ഡോണ്ട് കം. വെൻ യു സ്റ്റാർട്ട് മൂവിങ് ഈവൻ ഇൻ എ ടൈനി സ്റ്റെപ്സ്, മോട്ടിവേഷൻ നാച്ചുറലി ക്യാച്ചസ് അപ്പ്. ചെറിയൊരു കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് വാക്ക്. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാൾ 5 മിനിറ്റ് വാക്ക് ചെയ്ത് നോക്കാം, ബോഡി മൂവ് ചെയ്ത് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരാൾ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരിക്കലും ബ്രീത്ത് ചെയ്തിട്ടില്ലാത്ത ഒരാൾ 1 കോൺഷ്യസ് ബ്രീത്ത് എടുക്കാം. ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ഒരു നല്ല ചിന്ത എടുക്കാം. ഒരിക്കലും ഒരു ഗോളിനെ കുറിച്ച് നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ഗോൾ എഴുതി വെക്കാം. ഒരു ഗോൾ. ഒരു ബുക്കും വായിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യാം. സിമ്പിൾ ആക്ഷൻ. ആത്മാർത്ഥമായിട്ട് സ്മൈൽ ചെയ്താത്തവർക്ക് ഒരു സ്മൈൽ ചെയ്യാം. സിമ്പിൾ ആക്ഷൻ, സിമ്പിൾ ആക്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞത്, ഈ കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞത് രണ്ടാമത്തെ യൂണിവേഴ്സൽ ലോ. ഇവിടെ പറയാൻ പോകുന്ന രണ്ടാമത്തെ ലോ, കോസ് ആൻഡ് എഫക്റ്റ്. എവറി സ്റ്റെപ്സ് ജനറേറ്റ് എനർജി. ഓരോ സ്റ്റെപ്പും പുതിയ എനർജി തരും, പുതിയ എനർജി. എവറി ആക്ഷൻ യു ടേക്ക് സെൻഡ് റിപ്പിൾസ് ഇൻ ടു ദ യൂണിവേഴ്സ്. നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനും അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് യൂണിവേഴ്സിലേക്ക് പോകും.
these ripples return multiplied. നമ്മൾ പറയുന്നത് നല്ല വാക്ക് പറയുകയാണെങ്കിൽ കൂടുതൽ റിപ്പിൾ എഫക്റ്റ് വരും. 10 നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു 5 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് നമ്മളിലേക്ക് തരും. ഒരാളെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നു, 10 പേര് നമ്മളെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നു. ഒരാളെ മുഖത്ത് നോക്കി സ്വീറ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്നു, 10 സ്വീറ്റ് സ്മൈൽ യു വിൽ ഗെറ്റ്. ഇതാണ് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഐ ഓൾവേസ് ലവ് ദ ലേണിങ്സ് ഓഫ് ജോ ഡിസ്പെൻസർ. The moment you decide and act, you are signaling to the quantum field and you are serious about change എന്നാണ് ജോ ഡിസ്പെൻസർ പറഞ്ഞത്. എപ്പോഴാണ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ചെയ്യുന്നു, നമ്മൾ യൂണിവേഴ്സിന് ക്വാണ്ടം ഫീൽഡിലേക്കുള്ള ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ആ മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയാ, മാറാൻ നമ്മളിൽ തന്നെ അറിയാതൊരു ഒരു 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 ഇൻറ്റൻഷൻ വരും. ഒറ്റ സ്റ്റെപ്പ് വെച്ചാൽ മതി, നമ്മൾ വീണ്ടും ചെയ്യണം. ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. യെസ്റ്റർഡേ എനിക്ക് ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ പയ്യൻ എന്നോട് പറഞ്ഞാണ്, അവൻ പുറത്താണ് ജനിച്ചു വളർന്നതൊക്കെ. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഐ ഹാവ് എവറിത്തിങ്, മൈ പാരൻസ് ആർ വെൽ ഓഫ്, ഇഷ്ടംപോലെ മണിയുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് എനിമോർ മാം. Then why there is no point to work, there is no point to work, there is no point to earn, there is no point to be happy, I'm already happy. ഞാൻ എന്തിനാണോ ഇതൊക്കെ ചെയ്യണം? വൈ ഷുഡ് ഐ വർക്ക്, വൈ ഷുഡ് ഐ ലേൺ, വൈ ഷുഡ് ഐ റീഡ്, വൈ ഷുഡ് ഐ ഡു ഓൾ ദീസ് തിങ്സ്? എന്തിനു ഞാൻ അതൊക്കെ ചെയ്യണം? ദർ ഇസ് നോ പോയിന്റ്. ഇതൊന്നും ചെയ്യണമെന്ന് എനിക്കൊന്നും തോന്നുന്ന പോലും ഇല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ജിം, ഐ ഡോണ്ട് വാണ്ട് ടു റീഡ്, ലേൺ ന്യൂ തിങ്സ്. ബിടെക് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു ആള്. ദെൻ MCA ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ്, വാട്ട് ഈസ് യുവർ പാഷൻ? ഐ വാണ്ട് ടു ബിക്കം അൻ ഇന്നോവേറ്റീവ് ഡിസൈനർ ഓർ കൺസ്ട്രക്ടർ ഓർ ഇന്നോവേറ്റർ ഓർ എ പേഴ്സൺ ഹൂ ക്രിയേറ്റ് സംതിങ് ന്യൂ. ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യം ഉണ്ടാക്കണം. ബട്ട് ഹൗ? ഒരു ആക്ഷൻ എടുക്കാതെ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും? ഐ ഡോണ്ട് നോ. അതും ഐ ഡോണ്ട് നോ. ദിസ് ഈസ് ദ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക്. ഇത് 21 or 23 years ഓൾഡ്, നല്ലൊരു കുഞ്ഞ്, നല്ലൊരു മോൻ. പക്ഷേ ഞാൻ അവനെ മാത്രം കുറ്റം പറയുന്നില്ല. ഈ റൈറ്റ് ടൈമിൽ റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാത്തത് നമ്മളുടെ തന്നെ ഒരു പ്രശ്നമാണ്. വൈ എന്ന് ആ കുട്ടി ചോദിച്ചു. 8ാം ക്ലാസ്സിൽ പാരൻസ് കൊടുക്കേണ്ടതാണ് വൈ യു നീഡ് ടു ലേൺ, why you should be disciplined, why you need to be responsible. അത് നമ്മൾ 8ാം ക്ലാസ് ആവുന്നതിന് മുമ്പേ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ദിസ് ഈസ് ദ വേ. ഇപ്പം ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നു, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പം അവിടെ യൂണിവേഴ്സ് ക്വാണ്ടം ഫീൽഡിൽ ഒരു സിഗ്നലിൽ പോകുന്നു, നമ്മൾ സീരിയസ് ആകാൻ തുടങ്ങും. അവിടുത്തെ ഒരു എനർജി ബാക്ക് തിരിച്ചു വരും. അതായത് ഒരു കോസിനൊരു എഫക്റ്റ് ഉണ്ട്, ഒരു എഫേർട്ടിനൊരു റിസൾട്ട് ഉണ്ട്. എനർജി ഉണ്ടെങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കും. കോസ് ഈസ് ഈക്വൽ ടു എഫക്റ്റ്, എഫേർട്ട് ഈസ് ഈക്വൽ ടു റിസൾട്ട്. എനർജി റൈറ്റ് എനർജിയിൽ വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ വിൽ ഹാപ്പൻ. ഇത് ടാഗ്ലൈനായിട്ട് എഴുതി അങ്ങ് ഇടണം. അപ്പോൾ ഇതിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഈ കോസിലാണോ എങ്കിൽ എനിക്ക് എഫക്റ്റ് ഉണ്ടാവും. എഫേർട്ട് ഇടുന്നുണ്ടോ, ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. എനർജി എൻ്റെ ഹയർ ആണോ, ഡെഫിനറ്റ്ലി ഐ കുഡ് മാനിഫെസ്റ്റ് എവറിത്തിങ്. നമ്മളൊരു പ്ലാന്റ്, ഒരു വിത്ത് നമ്മൾ ഇടുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മൾ അവിടെ ഇട്ടിട്ട് വിത്തിട്ടിട്ട് മണ്ണ് മൂടി കൊടുക്കുന്നു. അപ്പം നമ്മളൊരിക്കലും അടുത്ത ദിവസം അത് മുളച്ചു വരുമോ എന്ന് പോയി നോക്കാറില്ല. കോമൺ സെൻസ് ഉള്ളവർ എന്തായാലും പോയി നോക്കാറില്ല. അത് പ്ലാന്റ് ചെയ്യുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാം, കുറച്ച് കഴിയുമ്പോൾ അത് മുളച്ചു വരും, അതിന് റൂട്ട്സ് വരും, ഷൂട്ട്സ് വരും, ഇവൻച്വലി അതൊരു ട്രീ ആയി മാറും. ദെൻ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിയാം. അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് വി നോ ദാറ്റ്. നമ്മൾ ഒരിക്കലും മോട്ടിവേഷൻ കയറി എടുത്ത് നോക്കാൻ പോകുന്നില്ല. അവിടെ ആക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, അതിനെ നർച്ചർ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. മോട്ടിവേഷൻ ഡസൻ പ്രിസീഡ് ആക്ഷൻ. മോട്ടിവേഷൻ ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ആക്ഷൻ.
ഇഫ് യു വെയിറ്റ് ഫോർ ദ ഫീലിംഗ് യു ആർ പോസ്റ്റ്പോണ്ടിങ് യുവർ ഡെസ്റ്റിനി. എനിക്ക് നല്ല മൊമെന്റ് വരട്ടെ, ആ ഒരു മൊമെന്റ് എനിക്ക് ഒരു കറക്റ്റ് ഫീലിംഗ് വന്നാലേ ഞാൻ ചെയ്യുള്ളൂ. ഡെസ്റ്റിനി വീണ്ടും നീട്ടിവെക്കുകയാണ്. നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ദൂരെ 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 പോവുകയാണ്. നമ്മളുടെ ഒരിപ്പോൾ 5 വർഷം കൊണ്ട് നേടാൻ പറ്റുന്നത് 25 വർഷം കഴിയും. 25 വർഷം 10 വർഷം കൊണ്ട് നേടാൻ പറ്റുന്നത് 60 വർഷം കഴിയും. പിന്നെ ആ 60 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വി ഡോണ്ട് ബി ഹിയർ. നമ്മുടെ സമയം കഴിഞ്ഞു. പ്രപഞ്ചം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയമുണ്ട്. യൂണിവേഴ്സൽ ലോസ് എപ്പോഴും ഞാൻ പറയുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സ് വർക്ക്സ് ഇൻ എ റിഥം. റിഥത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആ റിഥത്തിൽ അലൈൻഡ് ആയിക്കഴിഞ്ഞാൽ ദെൻ ഒരു ടൈംലെസ് ഫ്ലോയിൽ നമ്മൾ അറിയാതെ എത്തും. അടുത്ത ലോ എന്ന് പറയുന്നത് ലോ ഓഫ് റിഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. നേച്ചറിന് തന്നെ ഒരു ടൈംലെസ് ഫ്ലോ ഉണ്ട്. എല്ലാത്തിനും ഒരു റിഥം ഉണ്ട്. എവറിത്തിങ് ഇൻ ദ ലൈഫ് ഫ്ലോസ് റിഥം ആൻഡ് സൈക്കിൾസ്. രാത്രി പകല് ഒരു സൈക്കിൾ അല്ലേ? വിന്റർ ഫോളോസ് ഓൺ ഓട്ടം അല്ലേ? ടൈഡ്സ് റൈസസ് ആൻഡ് ഫോൾസ്. ഇപ്പം വേലിയേറ്റം വേലിയിറക്കം, രാത്രി പകൽ, വസന്തവും ശിശിരവും എന്നല്ലേ പറയുന്നത്? യെസ്. അതുപോലെ തന്നെ നമ്മൾ മെൻസുറേഷണൽ സൈക്കിൾ, എവരി 30, ഫുൾ മൂൺ, നോ മൂൺ, സൈക്കിൾ. ഇതെല്ലാം ഒരു സൈക്കിളിലാണ് പ്രപഞ്ചം പോകുന്നത്. നേച്ചർ ഒരിക്കലും ഈ ഒരു സൈക്കിളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഉദിക്കത്തില്ല. ഒരിക്കലും നേച്ചർ ഈ ചോദ്യം ചോദിക്കത്തില്ല, ആം ഐ മോട്ടിവേറ്റഡ് ടു ബ്ലൂം ടുഡേ? നോ. ഒരു ഫ്ലവർ ഒരിക്കലും ചോദിക്കത്തില്ല, ഞാൻ ഇന്ന് വിരിയണോ വേണ്ടേ, എനിക്ക് പിന്നെ ഇന്ന് ഈ ഒരു ഓട്ടം സീസൺ ആണ്, പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഇപ്പം പൂക്കളൊന്നും വിരിയുന്നില്ല, ഞാൻ ഇനി അടുത്ത മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുകാലത്തേ ഞാൻ വിരിയുള്ളൂ. മഞ്ഞുകാലത്ത് വിരിയുന്ന പൂക്കളുണ്ട്. ഒരിക്കലും ഈ ഒരു ഋതത്തിൽ അകത്താണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലൂയിസെ പറഞ്ഞത്, ലൈഫ് ലവ്സ് യു, that loves is expressed through rhythm that supports you even when you don't feel like moving. നമ്മളെ എപ്പോഴും എന്താ പറയേണ്ടത്, ആ ഒരു ഋതത്തിലാണ് ജീവിതം. ലൈഫ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആ ഋതത്തിൽ പോകണം. യൂണിവേഴ്സിന്റെ നിയമം ഋതമാണ്. എല്ലാം ഒരു ഋതത്തിൽ പോകണം. സാഡ് ആണെങ്കിൽ സങ്കടം, പെയിൻ, കുറച്ച് കഴിയുമ്പോൾ എല്ലാ ദിവസവും ദിസ് ടു ഷാൾ പാസ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ അതും ഒരു ഋതമാണ്, ഒരു സൈക്ലിക്കലാണ്. സങ്കടം വരുന്നു, കുറച്ച് കഴിയുമ്പോൾ സന്തോഷം വരുന്നു, വീഴ്ച വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഉയർച്ച വരുന്നു. എവറിത്തിങ് ആ സൈക്കിളിൽ ഒപ്പമാണ് പോകുന്നത്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വി ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ സംബഡി, സം പീപ്പിൾ ഓർ സം മോട്ടിവേഷണൽ, സം ഫീലിംഗ് ആൻഡ് ഓൾ. നമുക്കറിയാം, ഈ ജപ്പാനിൽ മാത്രമുള്ളൊരു മൊസാം ബാമ്പു എന്ന് പറയുന്ന ഒരു ബാമ്പു ഉണ്ട്. അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അത് വെയിറ്റ് ചെയ്യത്തില്ല. അത് കിളിച്ചു വരും. ദാറ്റ് മീൻസ് അത് സ്പ്രൗട്ട് ചെയ്യും. ആ ചെറിയ പ്ലാന്റ് കുറേ കാലം, മോർ ദാൻ 5 years അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അവിടെയുള്ള ആൾക്കാർ ഒരിക്കലും ഇത് ഇത്രയേ ഉള്ളൂ, വളരുന്നില്ല, വലിയ ബാമ്പു അല്ലേ, ഇത്രയും ഉയരത്തിൽ വളരേണ്ട വൃക്ഷമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്ത് അതിനെ പറിച്ച് കളയാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദേ നോ ദാറ്റ് ആഫ്റ്റർ 5 years കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഗ്രോത്താണ് ഈ ഒരു ബാമ്പുവിനുള്ളത്. ഭയങ്കര ഹൈറ്റിൽ, സ്ട്രെങ്ത്തിൽ, സ്ട്രോങ്ങിൽ ഇതിങ്ങനെ വളരാൻ തുടങ്ങും. അത് ആ ഒരു 5 years അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഭയങ്കര ഡീപ്പർ, സ്ട്രെങ്തർ ആൻഡ് ഭയങ്കര തിക്കറാക്കി മാറ്റും. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ആ വൃക്ഷത്തിൻ്റെ ഇങ്ങനെ ചുറ്റിലും. ഭയങ്കര റൂട്ടാണ് ആ ട്രീക്ക്. അത് അണ്ടർഗ്രൗണ്ട് വർക്കെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് വളർന്ന് മുകളിലേക്ക് വന്നത്. 5 വർഷം എടുക്കും. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് 5 years ഓഫ് എക്സലൻസ്. ഒരു അത്രയും വർഷം നിങ്ങൾ 10,000 hours നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗ്രോ ലൈക്ക് മുസാം ബാമ്പു എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. സോ അത് നമ്മളിലേക്ക് ഇരുന്ന് നമ്മൾ ഒരു മോട്ടിവേഷൻ വേണ്ട, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ നാച്ചുറൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ വെൻ വി ആർ ട്യൂൺ ഇൻ ടു നേച്ചേഴ്സ് law, we realize that consistency beats motivation. അവിടെ നമുക്കറിയാം, മോട്ടിവേഷൻ ഉള്ളൊരു ഫാക്ടർ ഇല്ല യൂണിവേഴ്സൽ ലോസിന് ഒന്നിനും. യൂണിവേഴ്സൽ ലോ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും,
കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഡിസിപ്ലിൻ ആൻഡ് അലൈൻമെൻറ്റ്, അത് നമ്മൾ ലൈഫ് ഒരു റിതവുമാക്കി, അല്ലെങ്കിൽ ലൈഫിൻ്റെ റിതം ഡിസിപ്ലിനും അലൈൻമെൻറ്റുമാക്കി മാറ്റിയാൽ അവിടെ സക്സസ് കണ്ടീഷൻഡ് ആണ്. അതല്ലെങ്കിൽ സക്സസ്സിന് വേണ്ടിയുള്ള കണ്ടീഷനിങ് അവിടെ നടക്കുന്നത് ഡിസിപ്ലിനും അലൈൻമെൻറ്റുമാണ്. അതാണ് യൂണിവേഴ്സൽ ലോസ് ഓൾവേസ് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എ ഫീലിംഗ്, ഇറ്റ്സ് ലൈക്ക് എ വെതർ. ചിലപ്പോൾ അത് സണ്ണി ആയിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റോമി ആയിരിക്കും, ഭയങ്കര കാറ്റായിരിക്കും. പക്ഷേ യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ലൈക്ക് ഗ്രാവിറ്റി. ദേ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മൂഡ്സ്. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സൽ ലോസ് എപ്പോഴും മോട്ടിവേഷൻ്റെ കൂടെ ഞാൻ അലൈൻ ചെയ്ത് പറയുന്നത്. ഒരിക്കലും മൂഡ് അനുസരിച്ച് ഇത് മാറുന്നതൊന്നുമില്ല. യൂണിവേഴ്സൽ ലോസ് നമ്മൾ ആ യൂണിവേഴ്സൽ ലോസ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ വെയിറ്റിംഗ് ഫോർ, നമ്മൾ പറയില്ലേ ഈ മോട്ടിവേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് ഈ കൊടുങ്കാറ്റ് ഒഴിഞ്ഞിട്ട് തോണി വെള്ളത്തിലിറക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെ കാറ്റൊഴിഞ്ഞിട്ട് നമ്മുടെ വഞ്ചി, ജീവിതമാകുന്ന ഒരു വഞ്ചി നമുക്ക് വേണമെങ്കിൽ ആ ഒരു മെറ്റഫറിക്കലി എടുക്കാം. നമ്മൾക്ക് കടത്തിലിറക്കുകയാണെന്ന് പറയണമെങ്കിൽ ഒരിക്കലും അതിനൊരു സാധ്യതയില്ല. എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബ്രീസ് വരും, വലിയ സ്റ്റോം വരും, എഗെയിൻ ബ്രീസ് വരും, സ്റ്റോം വരും. അതുകൊണ്ട് ഡോണ്ട് വെയിറ്റ് ടു ഫീൽ റെഡി. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ സ്പാർക്ക്. എനിക്ക് ആ സ്പാർക്ക് കിട്ടുന്നില്ല, സ്പാർക്ക് കിട്ടിയാൽ ഞാൻ ചെയ്യാം. ലൈഫ് ഇറ്റ് സെൽഫ് ദ സ്പാർക്ക്. ജീവിതം തന്നെ ഒരു സ്പാർക്ക്. ലൈഫിൻ്റെ വാല്യൂ, ഇൻഫാക്ട് ലൈഫിൻ്റെ വാല്യൂ ഇറ്റ്സ് എക്സ്ട്രീംലി പ്രഷ്യസ് at first, and the universe will meet you with the momentum. യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കും, ആ മൊമെൻറ്റത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കും. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇമോഷൻ ബേസ്ഡ് ആൻഡ് ടെമ്പററി. അത് ഓൾവേസ് ടെമ്പററി ആണ്. നമ്മൾ ഒരിക്കലും അതൊരു sorry. So I'm sorry. Thank you for your patience. So motivation is an emotion. അതൊരു ടെമ്പററി ഇമോഷൻ ആണെന്ന് മനസ്സിലാക്കണേ. ഒരു വെതർ പോലെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ആ ഒരു പിന്നെ നമ്മളൊരു സണ്ണി അല്ലെങ്കിൽ സ്റ്റോമി ആയിട്ടുള്ളൊരു വെതർ പോലെ ഒരു ജസ്റ്റ് ലൈക്ക് ഒരു ഇമോഷൻ, അത് മാറി മാറി വരും. അപ്പം നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. നെവിൽ ഗുദ്ദാദ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. ബട്ട് വീണ്ടും പറയുന്നു, ആ ഫീലിംഗ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ആ ഫീലിംഗ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു സംതിങ്. അല്ലാത്ത ഫീലിങ്ങിൽ ഒരു യൂസും ഇല്ല. നമ്മൾ ഇരുന്ന് ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഇറ്റ്സ് ഓക്കെ, ബട്ട് വെൻ അലൈൻഡ് വിത്ത് ആക്ഷൻ ദ റിസൾട്ട് വിൽ കം. അപ്പോൾ ഇതുകൊണ്ടാണ് അപ്പോൾ യൂണിവേഴ്സൽ ലോയിൽ ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് എവറിത്തിങ് ഈസ് എനർജി, യുവർ വൈബ്രേഷൻ അട്രാക്ട് യുവർ എക്സ്പീരിയൻസസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വൈബ്രേഷൻ റിമെയിൻ ദ സെയിം. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നോ വൈബ്രേഷൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ വൈബ്രേഷനേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ബട്ട് വെൻ യു ആക്ട്, നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യും, ലൈഫ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ആക്ട് ചെയ്യുമ്പോൾ മാത്രമേ ലൈഫ് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ നമ്മൾ എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെസ്റ്റിനി ഡിലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണെങ്കിൽ അയാൾക്ക് വേണ്ടത് എന്താ പറയേണ്ടത്, ഒരു മാരത്തോൺ റണ്ണർ ആകണം. അയാളുടെ ലൈഫിൽ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അയൽക്കാർക്കൊക്കെ അറിയാം.
അയാളുടെ സ്വപ്നമേ ഒരു മാരത്തോൺ റണ്ണർ ആകുക എന്നുള്ളതാണ്. മാരത്തോൺ റണ്ണിങ്ങിൽ വിൻ ചെയ്യുക. അത് കംപ്ലീറ്റ് വിൻ ചെയ്യുക മീൻസ് മാരത്തോൺ റണ്ണിങ് ഫിനിഷ് ചെയ്യുക. അത് ഒരു ഡ്രീമാണ്. അപ്പം അയാൾ നല്ല ഷൂസ് വാങ്ങുന്നു. ദെൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ബുക്സ് വായിക്കുന്നു. എന്നിട്ട് ആളുകളോടൊക്കെ പറയുന്നു, ഇപ്പം ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്യുകയാണ്, ഞാൻ നെക്സ്റ്റ് മാരത്തോൺ ഞാൻ പ്രിപ്പയർ ചെയ്യും, ഞാൻ പോവും, അത് ഫിനിഷ് അപ്പ് ചെയ്യും, അതെൻ്റെ ഒരു ഡ്രീമാണ്, അത് ഞാൻ ആ മൊമെൻറ്റ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ബട്ട് എവറി മോർണിംഗ് ഹി വുഡ് സേ ടു ഹിംസെൽഫ്, തന്നെതാൻ തന്നെ പറയും, ഇന്നൊരു സുഖമില്ല, ഇന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനൊരു സുഖമില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അടുത്ത ദിവസം ആകട്ടെ, അടുത്ത ദിവസം ആകട്ടെ, അടുത്ത ദിവസം വീണ്ടും ചില ദിവസങ്ങളിൽ ബിസി ആയി പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോവും. അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഫ്രീ ആണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് ഐ ഫീൽ ലൈക്ക് ഇന്നത്തെ ദിവസം ശരിയല്ല. അങ്ങനെ ആഴ്ചകൾ പോയി, മന്തുകൾ പോയി, മാരത്തോൺ വന്നു, അത് പോയി, പല പ്രാവശ്യം മാരത്തോൺ വന്നും പോയി നിന്നു, പല പ്രാവശ്യം. അപ്പം ഇത് മാരത്തോൺ വരുന്നു, അനൗൺസ് ചെയ്യുന്നു, പോകുന്നു. ഇതൊക്കെ ഈ ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നൈബർ, ഒരു ഓൾഡ് മാൻ, ഇയാൾ പ്രായമുള്ളൊരു മനുഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ കുറേ കാലമായിട്ട് പോകുന്നു എന്ന് പറയുന്നു, നീ അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറയുന്നു, എന്തുകൊണ്ടാണ് നീ ഇതുവരെ നിൻ്റെ സ്വപ്നമായിരുന്നില്ലേ, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ ചെറുപ്പക്കാരൻ പറയുന്നു, ഐ വാസ് വെയിറ്റിംഗ് ഫോർ മോട്ടിവേഷൻ, ഞാൻ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ഓൾഡ് മാൻ പറഞ്ഞ ഇതാണ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആക്ഷൻ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുസാം ബാമ്പുവിൻ്റെ സ്റ്റോറി പറയാണ്. ഫോർ ഇയേഴ്സ് ഇറ്റ് ഗ്രോസ് അണ്ടർഗ്രൗണ്ട്, അൺസീൻ ആയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. സാധാരണ മുളയാണെങ്കിൽ പോലും അത് വീക്സ് ആൻഡ് വീക്സ് കഴിഞ്ഞിട്ടാണ് മുളച്ചു വരുന്നത്. അപ്പോൾ അതിന് കുറേ അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ബാമ്പു മുളച്ചു വരാനുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള വർക്ക് അൺസീനാണ്. ഒരു മോട്ടിവേഷനും കിട്ടാതെയല്ലേ അത് മുളച്ചു വരുന്നത്. അതിനൊരു റിതമുണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു അലൈൻമെൻ്റ് ഉണ്ട്. കറക്റ്റ് പോർഷനിൽ എത്തുമ്പോൾ ഏതൊരു സീഡാണെങ്കിലും മുളച്ചു വരും. അതുപോലെ ഒരു മോട്ടിവേഷൻ എന്നെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആക്ഷൻ അത് മാത്രമാണ്. നിനക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ ആക്ഷൻ എടുക്കണം എന്ന് പ്രായം ഓൾഡ് മാൻ പറഞ്ഞു കൊടുക്കുന്നു. അയാൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്. നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് ഹി ഫീൽ റെഡി ആൻഡ് ഹി സ്റ്റാർട്ട് ടു ഡു ദ തിങ്സ്. ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നത് വെയിറ്റിംഗ് ഡിലേ എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ, റൈറ്റ് മൂഡിന് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ, യെസ് സോ നമ്മൾ ഇറ്റ്സ് ഓക്കെ, യെസ് സോ ജേർണി, നമ്മൾ ഈ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജേർണി ഒരു ഡാർക്ക്നെസ്സിലായിരിക്കും പോവുക. നമ്മുടെ ഇവഞ്ച്വലി നമ്മൾ ആ പ്രോസസ്സിൻ്റെ ട്രസ്റ്റ് പോകും, നഷ്ടപ്പെട്ടു പോകും. സോ നമ്മൾ ജസ്റ്റ് ബിഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കും ദ യൂണിവേഴ്സ് വിൽ ഷോ യു, നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി, യൂണിവേഴ്സ് കാണിച്ചു തരും. എല്ലാ എപ്പിക്സിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫ് യു റെഡി ടു ഡു എ സ്റ്റെപ്പ് ഫോർവേഡ്, യൂണിവേഴ്സ് വിൽ റീച്ച് യു ഇൻ 10 steps എന്നാണ് ഖുർആനിൽ അത് വ്യക്തമായി പറയുന്നത്. നീ ഒരു ചുവട് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ നിന്റെ സൃഷ്ടാവ് പ്രപഞ്ചം 10 ചുവട് നിന്നിലേക്ക് വരും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഇൻസൈറ്റ്സ്, യുനോ. അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുകയാണെങ്കിലും യൂണിവേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മോട്ടിവേഷൻ വരില്ല. നിങ്ങളെ പുഷ് ചെയ്ത് പറഞ്ഞു വിടുന്ന ഒരാൾ, അയാളെ ഞാൻ കാണിച്ചു തരാം. അയാൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ് ഈസ് എ മീനിങ് ഡേ. സോ ടുഡേ യു ക്യാൻ റീച്ച് ദാറ്റ് പേഴ്സൺ. യുനോ, നമ്മൾ യൂണിവേഴ്സൽ ലോയിൽ കോസ് ആൻഡ് എഫക്റ്റിൽ പറഞ്ഞൊരു കാര്യം പോലെ തന്നെ, ബിഗിൻ ഇൻപെർഫെക്റ്റ്ലി, ഒരു പെർഫെക്ഷൻ നോക്കരുത്. ഡെസ്റ്റിനി റിവീൽസ് ഇറ്റ്സെൽഫ് ആസ് യു മൂവ്. നമ്മൾക്ക് വരേണ്ടത് കൃത്യമായിട്ട് ആ സമയത്ത് വന്നോളും. കറക്റ്റ് ആണോന്നുമില്ല, 80% ഈസ് മോർ ദാൻ
ഇനഫ് എന്ന് എപ്പോഴും ചിന്തിക്കണം. എവരി മാസ്റ്റർ ഓൺസ് എ ഡിസാസ്റ്റർ. ആരാണെങ്കിലും ഇപ്പൊ മാസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു ദിവസം ഭയങ്കര ഡിസാസ്റ്റർ, അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിൽ ഭയങ്കര അരോചകമായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കും, ഭയങ്കര സങ്കടം വരും. പക്ഷേ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. താങ്ക് യു പ്രിയ. സോ എനിക്ക് ഇവിടെ ആയിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്, ബട്ട് ഐ ഹാഡ് ദ കറേജ് ടു സ്റ്റാർട്ട്. ഇങ്ങനെ ആയിരുന്നു ഞാൻ സംസാരിച്ചു. ഇറ്റ്സ് ഓക്കെ, ഞാൻ അപ്പോഴേ ഞാൻ ഷോപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മാം, അങ്ങനെ പറയല്ലേ മാം. ആ പഴയ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. താങ്ക് യു സോ മച്ച് ലക്ഷ്മി, താങ്ക് യു. ഐ ലവ് യുവർ അപ്രീസിയേഷൻ. ഭയങ്കര എനർജി എനിക്ക് തരും. ബട്ട് സ്റ്റിൽ എന്നാലും ഞാൻ ആലോചിക്കും, എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ. ബട്ട് നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ ആലോചിക്കും, ബട്ട് ഐ കുഡ് ഡു ദ വേ ഐ ആം അറ്റ് ദാറ്റ് ടൈം. എനിക്ക് ഓക്കെ, അത്രയും എനിക്ക് ചെയ്യാൻ പറ്റി. എല്ലാ ആക്ഷനും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. എന്നാലും ഐ ആം ഓക്കെ, ഐ വാസ് ഓക്കെ. ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് പെർഫെക്ഷന് വേണ്ടി ഒറ്റ മനുഷ്യനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലാൻ ഇറ്റ്. ഒന്നും ചെയ്യാൻ മൈൻഡിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലാൻ ഫോർ സംതിങ്. എന്തെങ്കിലും ഞാൻ ചെയ്തിരിക്കും എന്നൊരു പ്ലാനിങ് എടുക്കുക. ഈ ഒരു വീക്കിൽ എടുക്കുക. നെക്സ്റ്റ് വീക്കിൽ ബണ്ട് ഓവറിൽ നിങ്ങൾ എന്താണ് ഒന്നും ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തവർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുക. ഡെഫിനറ്റായിട്ട് ദ എൻഡ് ഓഫ് ദ സെഷൻ ഐ വിൽ ഷോ യു വൺ പേഴ്സൺ. He or she can help you, will help you always. So true growth is equal to discipline, clarity and alignment. True growth. യഥാർത്ഥ ഗ്രോത്ത് വേണമെങ്കിൽ അവിടെ ഡിസിപ്ലിൻ വേണം, ക്ലാരിറ്റി വേണം, അലൈൻമെന്റ് വേണം. ഇത് ഈ ബാംബുവിന്റെ കാര്യത്തിൽ ഇത് മൂന്നും കറക്റ്റായിട്ട് ഡിസിപ്ലിനായിട്ട് അത് അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഷൂട്ടപ്പ് 80 ഫീറ്റ്സിൽ വരുന്നത്. അവിടെ ഒരു റിതമുണ്ട്, യൂണിവേഴ്സലിന്റെ റിതത്തിൽ ഫോളോ ചെയ്യുന്നു. അലൈൻമെന്റ് ഉണ്ട്, കറക്റ്റ് അലൈൻമെന്റ്. ആൻഡ് പേഷ്യൻലി വെയിറ്റ്. അവിടെ ഒരു മോട്ടിവേഷൻ ഇല്ല, പേഷ്യൻലി വെയിറ്റ്. ദ മൊമെന്റ് യു ഡിസൈഡ് ടു ആക്ട്, നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വരും. നിങ്ങളത് അവെയർ ആകുക എന്നുള്ളതാണ്. ചെയ്തു തുടങ്ങുമ്പോൾ ഡെഫിനറ്റായിട്ട് ഒരുപക്ഷെ അതൊരു വീഡിയോയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറൊരാൾ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിരിക്കുന്നത് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആൾക്കൊരു ഡിമാൻഡ് ആയിരിക്കും, എനിക്കൊന്ന് തരാമോ. എൻ്റെ അടുത്ത് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ഒരു കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ വന്ന ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നുന്ന ആൾ ഇതിനകത്ത് തന്നെയുണ്ട്. ആൾ പറഞ്ഞു, ഞാൻ NLP കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ ആ കോച്ചിങ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ജസ്റ്റ് NLP കോച്ചിങ് കഴിഞ്ഞു, NLP സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞു. ആ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ട് അയാളെ ലൈഫ് കോച്ചിങ് ജേണിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, NLP സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, എന്നിട്ട് ഞാൻ എനിക്ക് അറിയില്ല, ടെക്നോളജി ഒന്നും എനിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അതുകൊണ്ട് ആളുകൾ എന്നിലേക്ക് വന്നു, ഞാൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാം ഞാൻ ചോദിച്ചു, എന്താണ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടത്? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ എന്ത് പ്രശ്നമാകട്ടെ, അത് സാമ്പത്തികമാകട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നമാകട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റക്കായിരിക്കുന്നതാകട്ടെ, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്, ഇങ്ങനെയാണ് ഇട്ടതെന്ന് പറഞ്ഞു. എത്രയോ പേര് കണക്ട് ചെയ്യുന്നു. ജസ്റ്റ് NLP ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രം ചെയ്ത് ടേക്കിംഗ് ആക്ഷൻ ഈസ് ദ ബ്യൂട്ടി. ഇതിനകത്തുണ്ട്, എനിക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. ഐ കൺഗ്രാജുലേറ്റ് ഹർ. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ആക്ഷൻ. അത് അങ്ങനെ ആക്ഷൻ എടുക്കുന്നവർക്ക് ഡെഫിനറ്റായിട്ട് യൂണിവേഴ്സ് വിൽ ഗിവ് യു സം ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിന്ന് നമ്മളത് പലപ്പോഴും നമ്മൾ അറിയില്ല. നമ്മൾക്ക് ആ അവയർനെസ് ഉണ്ടെങ്കിലാണ് ആ ഓപ്പർച്യൂണിറ്റി, ഇത്രയും ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. ആ അവയർനെസ് ലെവൽ, നിങ്ങളുടെ അവയർനെസ് ലെവൽ ഹയറിലാണെങ്കിൽ, ഫ്രീക്വൻസി ഹയറിലാണെങ്കിൽ യു can easily know and experience. Okay. So life is cyclical. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ യൂണിവേഴ്സൽ ലോസുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ നമ്മൾ ചെയ്യുക. മോട്ടിവേഷൻ ഈസ് നോട്ട് എ ഫ്യൂവൽ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് എ ഫ്ലെയിം, ഈസ് ദ ഫ്ലെയിം. ഫ്യൂവൽ അല്ല, ഫ്ലെയിം ആണ്. ആൻഡ് ദ ഫ്ലെയിം അപ്പിയർ ഓൺലി ആഫ്റ്റർ യു സ്ട്രൈക്ക് ദ മാച്ച്. തീപ്പെട്ടി ഒരച്ചാൽ മാത്രമാണ് ആ തീ വരുന്നത്.
മോട്ടിവേഷൻ നമ്മൾ ഒരിക്കലും ഫ്യൂലായിട്ട് കാണരുത്. എല്ലാവരും പറയുന്ന ഇതാണ് മോട്ടിവേഷൻ. എൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത് ഇതാണ്, അതാണ് എൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, അതില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. നോ, മോട്ടിവേഷൻ ഈസ് എ ഫ്ലെയിം, തീയാണ്. ആ തീ വരണമെങ്കിൽ തീപ്പെട്ടി കൊല്ലെടുത്ത് തീപ്പെട്ടിയിൽ ഇങ്ങനെ ഇട്ട് നമ്മൾ ഇത് ഉരയ്ക്കണം. ആക്ഷൻ ഈസ് ദ മാച്ച് സ്റ്റിക്ക്. ആക്ഷൻ, ആ ഉരയ്ക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു മാച്ച് സ്റ്റിക്കിൽ എടുക്കുന്ന ഒരു ആക്ഷൻ, അതാണ് റിയൽ ഫ്യൂൽ ഫ്ലെയിം കൊണ്ട് തരുന്നത്. ക്ലിയർ? ആ ഒരു മെറ്റഫർ മനസ്സിൽ വെച്ചാൽ മതി. തീ വരണമെങ്കിൽ ആക്ഷൻ എടുക്കണം. ആ തീയാണ് മോട്ടിവേഷൻ. ഒരു ഫ്യൂൽ അല്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെയിമാണ്. ആ ഫ്ലെയിം വരണമെങ്കിൽ ആക്ഷൻ എടുക്കണം. മോട്ടിവേഷൻ ഈസ് നോട്ട് എ ഫ്യൂൽ. ആ ഫ്യൂലാണ് നമ്മൾ വർഷങ്ങളായി കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെടുത്ത് കളയുക. ആ ഫ്യൂല് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. ആക്ഷൻ, ഇപ്പം നമ്മുടെ ലെൻസ് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷനിലേക്ക് മൂവ് ചെയ്യണം. നമ്മളെപ്പോഴും ബോഡീനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓൾഡ് ഇമോഷൻ ബോഡിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് മാറിയിട്ട് ഇമോഷണൽ കണ്ടീഷനിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ബോഡീനെ മൂവ് ചെയ്യണം, ആക്ഷൻ എടുപ്പിക്കണം. ഫിയറും ഡൗട്ടും ഗിൽറ്റും എല്ലാം ചേർന്നൊരു കംഫർട്ട് സോണിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ റൊട്ടീൻ തന്നെ ഇതെല്ലാം കൂടെ ചേർന്നൊരു റൊട്ടീനാണ്. ഫിയർ, ഡൗട്ട്, ഗിൽറ്റ്, യുനോ ആങ്സൈറ്റി, ഇതിങ്ങനെ കുറേ പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇഫ് യു വെയിറ്റ് ഫോർ ന്യൂ ഫീലിംഗ് ബിഫോർ യു ടേക്ക് ആക്ഷൻ, യു വിൽ സിംപ്ലി റീലിവ് ഇൻ ദ പാസ്റ്റ്. ഉള്ളി കഴിഞ്ഞ ജീവിതം തന്നെ, ഇന്നലത്തെ പോലെ, മെനഞ്ഞാന്നത്തെ പോലെ. ആക്ഷൻ ടേക്കൺ ബിഫോർ ഇമോഷൻ ചേഞ്ച് ബ്രേക്സ് ദ പാറ്റേൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഇമോഷണൽ കണ്ടീഷനിങ് ഒക്കെ മാറണമെങ്കിൽ ആക്ഷൻ ഈസ് ദ ഒൺലി ടൂൾ. ഡോണ്ട് വെയിറ്റ് ഫോർ ന്യൂ ഫീലിംഗ്, ആക്ട് ആൻഡ് ന്യൂ ഫീലിംഗ് വിൽ ഫോളോ. ചെയ്യുക, ജസ്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, നേരത്തെ പറയാം, മൈക്കൽ സിംഗർ പറഞ്ഞു, സേ യെസ് ടു ദ അൺഫോൾഡിങ് മൊമെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് ഞാൻ പറയല്ലേ. നമ്മൾ യെസ് പറയണമെങ്കിൽ എല്ലാ ഡോറും നമ്മുടെ മുന്നിൽ ഓപ്പൺ ആകും. ഡോർസ് ആർ നമ്മൾ പറയില്ലേ, August 2 നമ്മൾ കണ്ട ഡോർസ് ആർ ഓപ്പൺ, ഡോർസ് ആർ ക്ലോസ്ഡ്, ഡോർസ് ആർ ഓപ്പൺ. August 2 ഉണ്ടായിരുന്നവർക്ക്, അത് 2-3 തീയതിയിൽ വന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഡോർസ് ആർ ക്ലോസ് ആൻഡ് ഡോർസ് ആർ ഓപ്പൺ. ദിസ് ഈസ് ദ ഓൾഡ് ഡോർസ് എല്ലാം ക്ലോസ് ചെയ്യുന്നു, പുതിയ ഡോറുകൾ നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. വെൻ യു ഡു ആക്ട്. ഇനി ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്? ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ആളെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആ ആൾ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. ഏത് പ്രശ്നം വന്നാലും ആ ആളെ കാണുള്ളൂ. ഏത് സന്തോഷം വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആ ആൾ മാത്രമായിരിക്കും. സങ്കടം വന്നാലും നിങ്ങളോട് നിൽക്കുന്നത് ആ ആൾ മാത്രമായിരിക്കും. ഏത് ക്രൈസിസിലും നിങ്ങളോടൊപ്പം ആ ആൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ ലൈഫ് പാർട്ണർ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ലൈഫ് പാർട്ണർ കാണണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാണണമെന്നില്ല, ആ മൊമെൻറ്റിൽ കാണണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ആ ഇതിൽ കാണണമെന്നില്ല. ആ ഒരാൾ, ദ മോസ്റ്റ് ലവിങ് പേഴ്സൺ, ദ മോസ്റ്റ് പ്രഷ്യസ് പേഴ്സൺ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം പേഴ്സൺ. നിങ്ങൾ ഇന്ന് ഈ സെഷൻ കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ പോയി നോക്കുക. ഹി ഓർ ഷീ ഈസ് ദെയർ വിത്ത് യു. ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? എല്ലാ സുഖത്തിനും ദുഃഖത്തിനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? ആ ഒറ്റ ആളെ മാത്രമേ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ട്രസ്റ്റ് ചെയ്ത് ആ ഒരാളാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. ആ ആളിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് പോകാമെങ്കിൽ യു വിൽ ഗെറ്റ് എവറിത്തിങ്. ട്രസ്റ്റ് മീ. ഞാൻ എന്നിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എന്നിൽ മാത്രമേ ഞാൻ ഇതെല്ലാം കാണുള്ളൂ. ഞാൻ എന്നെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ് I can move forward. Trust me. And thank you so much. Please take action. നെക്സ്റ്റ് വീക്കിൽ നിങ്ങളെടുത്ത 3 actions നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. ഇഫ് യു ഹാവ് എനി കമൻറ്റ്, എനി ഷെയറിങ്, പ്ലീസ്, വി ഹാവ് 1 minute. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ ദിസ് വീക്കെൻഡ്. പറഞ്ഞില്ല, ഡിസിപ്ലിൻ, ക്ലാരിറ്റി, അടുത്തത് ഡിസിപ്ലിൻ, ക്ലാരിറ്റി, എനർജി, അലൈൻമെന്റ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സജ്ന. താങ്ക് യു. ആരാണ് ആക്ഷൻ എടുക്കുന്നത്? ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്? പ്ലീസ് ഷോ അപ്പ്. ഇപ്പൊ തന്നെ ആക്ഷൻ എടുത്ത് തുടങ്ങിക്കേ. ഒരു ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യൂ. എന്തെങ്കിലും. ഐ എം റെഡി ടു ഡു ദിസ്. ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് പറയാമോ? സുനിത മ്യൂട്ടാണ്. സുനിത മാം മ്യൂട്ട്. ഇതിപ്പോ എനിക്ക് വേണ്ടിയിട്ട് മാം ഈ ക്ലാസ് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി മാത്രമുള്ളതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയ ഇത് പ്രശ്നമായതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് അത്രയ്ക്കും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അത് വീഡിയോ ചെയ്തു വെക്കും, പക്ഷെ അത് പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കറേജിലോട്ട് വരുന്നില്ല മാം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കുറെ പാഠങ്ങൾ പഠിക്കാൻ പറ്റി, മനസ്സിലായി മാം. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്തിരിക്കും. ഡെഫിനറ്റായിട്ട് സുനിത അത് ചെയ്തിരിക്കും. കാരണം സുനിത പറഞ്ഞാൽ സുനിത ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡെഫിനറ്റായിട്ട് യു വിൽ. എനിക്കറിയാം. താങ്ക് യു മാം. ഐ ട്രസ്റ്റ് യു. താങ്ക് യു ഡിയർ. വേറെ ആർക്കെങ്കിലും? മാം, ഞാൻ പ്രിയയാണ്. Yeah. ആക്ച്വലി സുനിത പറഞ്ഞ പോലെ ഇത് എനിക്കും കൂടെ ആയിരുന്നു. ഞാൻ ആക്ച്വലി മാമിനെ ഒന്ന് പണ്ടേ കണക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നു. അങ്ങോട്ട് കറക്റ്റ് ടൈം ആയോ, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ മാം പറഞ്ഞാലും ഒരു 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 ഡസ്റ്റ് അല്ല, ഒരു തുള്ളിക്കുള്ള ഒരു ഡിഫറൻസ് എനിക്ക് അതിലോട്ട് അങ്ങോട്ട് എൻ്റർ ആകാനായിട്ട് ഇന്ന് വേണോ അതോ നാളെ വേണോ, എല്ലാം റെഡി ആയോ എന്നൊരു അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു സമയത്താണ് ഈ മോട്ടിവേഷൻ അല്ല ആക്ഷൻ എന്നുള്ള ഇത് എനിക്ക് എത്തിയത്. കാരണം അത് നമ്മൾ ചെയ്താലേ അതിന്റെ റിസൾട്ട് അറിയുള്ളൂ, നമ്മൾ എന്താണെന്നുള്ളത്. ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ ഇത് വേണോ അത് വേണോ ശരിക്കും എന്നാ പറയുന്നത്, നമ്മൾ പകച്ചൊക്കെ നിൽക്കാന്ന് പറയുന്നത്, എല്ലാം കൂടെ മുന്നിൽ വരുമ്പോ ആ ഒരു സമയത്താണ് മാം ഇത് തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്ലാരിറ്റി. ശരിക്കും ഇവിടെ എനിക്ക് വേണ്ടത് പറഞ്ഞോളൂ. ആക്ഷൻ എന്നുള്ള ഒരു പ്രോസസ് ആണ്. അതിന്റെ റിസൾട്ടോ വേറൊന്നും നോക്കാതെ ഏതാണോ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അതിലേക്ക് ആക്ഷൻ എന്നുള്ള ഒരു പ്രോസസ് ആണെന്നുള്ള ആ ഒരു ശരിക്കും എന്തിനെയോ അല്ലെ ആരെയോ സംതിങ് ഐ എം വെയിറ്റിംഗ് എന്നായിരുന്നു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കറിയത്തില്ലാത്ത എന്തോ ഒരു മേ ബി സൈൻ ആയിരിക്കും. ഐ ഡോണ്ട് നോ വാട്ട് ഐ ആം വെയിറ്റിംഗ്. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ജസ്റ്റ് ആക്ഷൻ എന്നുള്ളത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you, Priya. And just go in front of a mirror and look into your beautiful face and enjoy your beautiful smile. That person will help you. And trust me, surrender all these opportunities. Surrender, don't analyze എടുക്കണം. Surrender yourself. Universe will guide you, which is the number one opportunity. Thank you മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. Thank you so much. അടുത്ത action എടുക്കാം. Thank you. ലിസി മാം, Yes, സിൻസി സിസ്റ്റർ പറഞ്ഞോളൂ സിസ്റ്റർ. മോട്ടിവേറ്റഡ് ആയിട്ട് കുറവായിരുന്നു. എനിക്ക് ആക്ഷനിലേക്ക് വരുന്നില്ല, മാറ്റി വെക്കും. ആക്ഷൻ പലപ്പോഴും നടക്കാതെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ആക്ഷനിലേക്ക് വരാനൊരു മോട്ടിവേഷൻ ആയിരുന്നു ഇത്. താങ്ക് യു മാം. Thank you സിസ്റ്റർ. ലിസി മാം, Yes, അഞ്ജന. താങ്ക് യു സോ മച്ച്. പിന്നെ മാം, എനിക്ക് എൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഇതേമാതിരി വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നില്ല, ഇതിലെ കൺസിസ്റ്റൻസിയിൽ ഞാൻ എത്തുന്നില്ല മാം. അതിങ്ങനെ തോട്ട് വരുന്നുണ്ട്, പക്ഷെ എന്തോ ആ കൺസിസ്റ്റൻസി വരുന്നില്ല. അപ്പൊ അതാണ് എനിക്ക് കൊണ്ടുവരാനില്ല മെയിനായിട്ട്. ബാക്കി ടൈം മാനേജ്മെന്റ് ഏകദേശം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി, വെരി ഗുഡ്. അതൊരു ചാലഞ്ച് ഫീൽ മാം. കൺസിസ്റ്റൻസി ഒരു കീ ആണ്. ആ കീ നമ്മുടെ ഉള്ളിലാണ് സജ്ജനായിരിക്കുന്നത്. സോ ജസ്റ്റ് റെഡി ടു ഓപ്പൺ ആൻഡ് ടേക്ക് ഇറ്റ്. വേറെ പുറത്തല്ല. എക്സ്റ്റേണലി നമ്മൾ തരയും, എക്സ്റ്റേണലി നമ്മൾ ബ്ലെയിം ചെയ്യും. ഇതുകൊണ്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ദ കീ ഈസ് ഇൻസൈഡ്. ജസ്റ്റ് ഇൻ സെർച്ച്. എവിടെയാണ് ആ കീ എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റാത്ത, കൺസിസ്റ്റൻസിയിലേക്ക് എത്താൻ പറ്റാത്ത എവിടെയാണെന്ന് ഉള്ളിലേക്കൊന്ന് നോക്കൂ. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളല്ലേ, സൈലൻസിൽ ചെയ്യുന്ന ആള്, സൈലൻസിൽ ഇരുന്നു കൊണ്ട് ആ കൺസിസ്റ്റൻസി എവിടെയാണെന്ന് ചെക്ക് ചെയ്യൂ സജന. യു ക്യാൻ. ഓക്കെ മാം. താങ്ക് യു ലിസി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് താങ്ക് യു സോ മച്ച്. യെസ്, പറഞ്ഞോളൂ ബിനയ. ഇവിടെ ചോദിക്ക് മെസ്സേജ്.
യെസ്. ഇല്ല മാം, മാം ദുബായിൽ തിരിച്ചു വന്നോന്ന് ചോദിക്കാനായിരുന്നു മെസ്സേജ് ഇട്ടത്. ഇന്ന് കാണാൻ പറ്റുമോന്ന്. ഇന്ന് നോക്കാം, ഞാൻ പറയാം, മെസ്സേജ് ഇടാം. ഞാൻ ദുബായിലുണ്ട്, എത്തിയിട്ടുണ്ട്. താങ്ക് യു ഓക്കെ ഒൻസിലെ. മാം. സോ ആർക്കും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ, ഒന്നും പറയാനില്ലെങ്കിൽ, വണ്ടർഫുൾ വീക്കെൻഡ് ഞാൻ വിഷ് ചെയ്യാണ്. ആൻഡ് ടേക്ക് ആക്ഷൻ ടേക്കിംഗ്. നിങ്ങളുടെ ഹെൽപ്പ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളിനെ നന്നായിട്ടൊന്ന് നോക്കുക, ആളിനെ നന്നായിട്ട് സ്നേഹിക്കുക, ആളിനെ വാല്യൂ ചെയ്യുക, ആളിനെ അക്സെപ്റ്റ് ചെയ്യുക, ആ ആളിനോട് സംസാരിക്കുക. ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് പേഴ്സൺ, ലവ് ദാറ്റ് പേഴ്സൺ ആൻഡ് ഡു ആക്ട്. ആൻഡ് നെക്സ്റ്റ് സൺഡേ വരുമ്പോൾ നിങ്ങൾ താങ്ക് യു തസ്ലീൻ, നിങ്ങളെടുത്ത ആക്ഷൻസ് പറയുക. സോ വിൽ സി യു ഓൺ നെക്സ്റ്റ് സൺഡേ. ബൈ ബൈ. താങ്ക് യു. ബൈ മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു Thank you, ma'am. Thank you so much. Thank you. താങ്ക് യു.